ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. ഞങ്ങൾ നാട്ടിൽ പോയത് വിഷുവിൻ്റെയൊക്കെ ഒരു സമയത്തായിരുന്നു. അപ്പോൾ വിഷുവിൻ്റെ ഈ ഒരു സമയത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്സവം നടക്കുന്നുണ്ട്. ഒരു ആറാട്ട് മഹോത്സവമാണ്. പൈങ്കുനി മഹോത്സവം എന്നാണ് ഈ ഒരു ഉത്സവത്തിനെ പറയുന്നത്. 10ാമത്തെ ദിവസം ആറാട്ട് ഘോഷയാത്രയോടെയാണ് ഉത്സവം അവസാനിക്കുന്നത്. ആചാരപരമായിട്ട് വിഗ്രഹങ്ങൾ കടലിൽ നിമജ്ജനം ചെയ്യുന്നതോടുകൂടിയാണ് ഈ ഒരു ഉത്സവം അവസാനിക്കുന്നത്. അപ്പോൾ ഈ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യുന്നത് ശംഖുമുഖം ബീച്ചിലാണ്. ആറാട്ട് ഘോഷയാത്ര അമ്പലത്തിൽ നിന്ന് തുടങ്ങി ശംഖുമുഖം ബീച്ചിലാണ് ചെന്ന് അവസാനിക്കുന്നത്. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അംഗങ്ങളെല്ലാം പങ്കെടുക്കുന്ന ആറാട്ട് മഹോത്സവമാണിത്. ഈ ഒരു മഹോത്സവത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ക്ഷേത്രത്തിന് മുന്നിലായിട്ട് പഞ്ചപാണ്ഡവരുടെ വലിയ പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. പഞ്ചപാണ്ഡവരുടെ ഈ വലിയ പ്രതിമകൾ കാണാൻ വേണ്ടി തന്നെ ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട്. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തിയ സമയവും അമ്പലത്തിന് മുന്നിൽ പഞ്ചപാണ്ഡവർ എത്തിയ സമയവും ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം പഞ്ചപാണ്ഡവരെ കാണാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോയതാണ്. ഞങ്ങൾ പോയ അന്നേ ദിവസം ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ പരിപാടികൾ കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് അടുത്തുകൂടെ കൃഷ്ണൻ ഇങ്ങനെ പോകുന്നത് കണ്ടത്. ഈ കൃഷ്ണൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറാണ്. വിഷു ആയതുകൊണ്ടായിരിക്കണം കൃഷ്ണൻ്റെ വേഷമൊക്കെ ഇട്ട് അവിടെ എന്തോ പ്രോഗ്രാമിന് വന്നതാണ്. അപ്പോൾ എന്തായാലും പിടിച്ചു നിർത്തി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ യൂട്യൂബറിൻ്റെ പേര് അൽഫുഡി എന്നാണ്. തിരുവനന്തപുരത്ത് അൽഫുഡി എന്ന യൂട്യൂബറിനെ അറിയാത്ത ആരും കാണത്തില്ല. അൽഫുഡിയെ മുതുക്ക് എന്ന് പറഞ്ഞാലേ ചിലർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്തെ മുതുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ പരിചയപ്പെടുത്തുന്നതാണ് ആളുടെ ചാനൽ. ഈ ഒരു ആറാട്ട് ഘോഷയാത്രയുടെ വലിയൊരു പ്രത്യേകത തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ റൺവേയിലൂടെയാണ് കടന്നു പോകുന്നത്. എയർപോർട്ട് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ആ വഴിയാണ് ആറാട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം രാജകുടുംബത്തിൻ്റെതാണ്. അത് പിൽക്കാലത്ത് എയർപോർട്ടിന് വേണ്ടി വിട്ടുകൊടുക്കുകയായിരുന്നു. എയർപോർട്ട് അവിടെ പണി കഴിപ്പിച്ചതിന് ശേഷവും ആറാട്ട് മഹോത്സവം നടക്കുന്ന സമയത്ത് റൺവേയിലൂടെയാണ് ഘോഷയാത്ര നടന്നു നീങ്ങുന്നത്. അപ്പോൾ ആ ഒരു ദിവസം ഫ്ലൈറ്റിൻ്റെ സമയത്തിനൊക്കെ വ്യത്യാസം കാണും. ആറാട്ട് മഹോത്സവം നടക്കുന്നതിൻ്റെ എത്രാമത്തെ ദിവസമാണ് ഞങ്ങൾ ഇവിടെ പോയതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞങ്ങൾ പോയ സമയത്ത് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പകൽ കണ്ടതിനേക്കാൾ രാത്രി ഈ പഞ്ചപാണ്ഡവരുടെ പ്രതിമകൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു ആറാട്ട് മഹോത്സവം കണ്ടിട്ടുണ്ടോ? ഈ ഒരു ഘോഷയാത്രയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു ആറാട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. ഞങ്ങൾ അവിടെ നിന്ന് കലാപരിപാടികളൊക്കെ കണ്ടിട്ട് വിഷുവിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് മടങ്ങി. നാട്ടിലെ വിഷു വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്